ദൈവത്തിന്റെ പുത്രന് കുഞ്ഞാടിന്റെ കല്യാണം നടക്കുന്ന ആ സംഘത്തിൽ ഭക്തന്മാരെല്ലാം സിംഹാസനങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തലയിലുള്ള തീയുടെ താഴെ ഈ ദൂതന്മാരെ നാസ്തികനുമായിരുന്നു. ഒരിക്കൽ അവിശ്വാസിയായ അഭിഭാഷകൻ ദീർഘമായ ഒരു വിദേശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടയിൽ ആ ക്രിസ്തീയ വിശ്വാസിയായ സ്നേഹിതന് ക്രിസ്തുവിനെ കുറിച്ച് പറയണമെന്നുള്ളൊരു പ്രേരണ ലഭിക്കുവാനിടയായി. അദ്ദേഹം താൻ നാസ്തികനായ ഈ സ്നേഹിതനോട് എങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് പറയുമെന്നുള്ള ചിന്ത തന്നെ മാനുഷികമായി അലക്കിയെങ്കിലും സ്നേഹിതൻ ഇത്രയും ദീർഘമായ യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായും പറയണമെന്നുള്ള ഒരു ആത്മപ്രേരണ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം ചിന്തിച്ചു, ഞാൻ തുറമുഖത്തേക്ക് പോകുന്ന വഴിയിൽ സ്നേഹിതനോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുമെന്ന് ചിന്തിച്ചു. എന്നാൽ ആ യാത്രയിൽ അദ്ദേഹത്തിന് അതിനുള്ള അവസരം ലഭിച്ചില്ല. അദ്ദേഹം ചിന്തിച്ചു, കപ്പലിൽ കയറുമ്പോൾ സാധനങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിൽ ഞാൻ ക്രിസ്തു മൂലമുള്ള ആത്മരക്ഷയെക്കുറിച്ച് എൻ്റെ സ്നേഹിതനോട് പ്രസ്താവിക്കുമെന്ന് ചിന്തിച്ചു. എന്നാൽ ഒരു പോർട്ടർ ആ ജോലി നിർവഹിച്ചതിനാൽ ആ സമയം തനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ സാധിച്ചില്ല. എന്നാൽ അദ്ദേഹം ചിന്തിച്ചു, യാത്ര പറയുന്ന സമയത്ത് കപ്പലിൽ ആരുടെയും ശല്യമില്ലാത്ത ഒരിടത്ത് കൊണ്ടുപോയി താൻ ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹത്തോട് പറയുമെന്ന് ചിന്തിച്ചു. എന്നാൽ പെട്ടെന്ന് അവിടെ ഒരു നിർദ്ദേശമുണ്ടായി. യാത്രക്കാരെല്ലാം പിരിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് ആ ദൗത്യം ചെയ്യുവാൻ സാധിച്ചില്ല. അദ്ദേഹം തിരികെ ഭവനത്തിലേക്ക് വീട്ടിൽ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു. അദ്ദേഹം വിദേശത്തു നിന്ന് മടങ്ങി വന്നാൽ ഉടൻ ഞാൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള രക്ഷയെ എൻ്റെ സ്നേഹിതന് പറഞ്ഞു കൊടുക്കുമെന്ന് ചിന്തിക്കുവാനിടയായി. എന്നാൽ ദുഃഖകരമായ ഒരു സംഗതിയാണ് പിന്നീട് നടന്നത്. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ ആത്മാർത്ഥ സ്നേഹിതനായ ആ മനുഷ്യൻ വിദേശത്ത് വെച്ച് താൻ ഈ ലോകം വിട്ടുപോയി എന്നാണ് അറിവാനിടയായി. അദ്ദേഹത്തിന് വലിയ കഠിനമായ ഭാരവും വേദനയും ഉണ്ടായി. കഠിനമായ വേദന തന്നെ ഭരിച്ചപ്പോൾ താൻ ഇങ്ങനെ ചിന്തിച്ചു, ഒരവസരം മുഴുവൻ എനിക്ക്, ഒരു ദിവസം മുഴുവൻ എനിക്ക് അദ്ദേഹത്തോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ലഭിച്ചിരുന്നു. പക്ഷെ ഞാൻ അവസരം ഉപയോഗിച്ചില്ലല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായി. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന പ്രേക്ഷകരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിക്കുക. പല വ്യക്തികളും തങ്ങൾ അറിയാൻ വയ്യാത്ത ഒരു ജനക്കൂട്ടത്തോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ എളുപ്പമായി കണക്കാക്കുന്നതിനാൽ എപ്പോഴും സഹകരിക്കുന്ന ഒരു ആത്മസുഹൃത്തിനോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആഹാബിന്റെ കാര്യം നമുക്കറിയാം. ഏലിയ പ്രവാചകൻ വളരെ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ട് ഒറ്റയ്ക്ക് നിന്ന് അവിടെ ദൈവനാമത്തിൽ നിന്ന് 400 പ്രവാചകന്മാരെ കൊന്ന്, ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നിട്ട് ധൈര്യത്തോടെ നിന്നാണ് ഇസ്രയേലിന്റെ ഒരു ദൂരം കൊണ്ടൊരു കൽപ്പന അവർക്ക് രാവിലെ തട്ടിക്കളി സാധിക്കും. വാസ്തവത്തിൽ ധൈര്യമുണ്ടായിരുന്ന ഏലിയാവ് ഏലിയാവ് ഓടി രക്ഷപ്പെടാൻ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ്. ഇസ്രയേലിന്റെ ദൂരം എന്നൊരു പറഞ്ഞപ്പോൾ ഭയപ്പെട്ട ഏലിയാവ് ദൈവത്തിന്റെ ദൂരം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ധൈര്യം പ്രാപിച്ച് വീടുകൊണ്ട് നടക്കാൻ ആ ഒരൊറ്റ ഭക്ഷണം കൊണ്ട് 40 ദിവസം നടന്നു ദൈവത്തെ ഈ ലോകത്തിലെ ഒരു ദൂരം നമ്മൾ പറഞ്ഞു കേട്ടാൽ പേടിക്കാനുള്ളവരല്ല. ദൈവത്തിന്റെ ദൂരക്കാരൻ തിരികെയല്ല ഈ സുഭാഷി കർദിനാൾ മാർ ആന്റണി പടിയറയെക്കുറിച്ച് കേൾക്കാത്ത ആളുകൾ ചുരുക്കമാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനും കത്തോലിക്ക സഭയിലെ ഉന്നത ശീർഷനുമായ ഒരു വ്യക്തിയാണ്.
ഭാരത സർക്കാർ അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് പടിയറ ഹരിതങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം വിവരിക്കുന്ന ഒരു കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്നു. അദ്ദേഹം ആശീർവദിച്ച ഒരു വിവാഹത്തിലെ ദമ്പതികളടങ്ങുന്ന ഒരു കുടുംബത്തെ അമേരിക്കയിൽ അദ്ദേഹം സന്ദർശിക്കാനായി. ആ സന്ദർശന വേളയിൽ ആ വീട്ടിൽ പോയി അവരോടൊന്നിച്ച് ഭക്ഷണം കഴിച്ചു. അവരെ സന്തോഷപൂർവ്വം പങ്കിട്ട് അദ്ദേഹം കുഞ്ഞുങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളുണ്ടാകാത്ത ഒരു വീട്ടിലാണ്, താൻ വിവാഹം ആശീർവദിച്ച ഒരു കുടുംബത്തിലാണ് ചിന്തിക്കുന്നത് എന്നുള്ള കൺസേൺ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം അവരോട് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. അതേ തുടർന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു, കത്തോലിക്ക സഭയിലെ പ്രസിദ്ധമായൊരു തീർത്ഥാടന കേന്ദ്രമാണ് ലൂർദ്. ലൂർദിൽ പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്ത ദമ്പതികൾക്കൊക്കെ മക്കളുണ്ടാകും. നിങ്ങളിവിടെ അമേരിക്കയിൽ ജീവിക്കുന്നവരാണല്ലോ, സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നുമില്ല, സാധിക്കുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി പ്രാർത്ഥിക്കണം, നിങ്ങളും പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉപദേശിച്ചതിന് ശേഷം അദ്ദേഹം മടങ്ങിപ്പോയി. ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പടിയറ പിതാവ് അമേരിക്കയിൽ പോയി. അന്ന് അവിടെ ചെന്നപ്പോഴും ഈ ഭവനത്തിലേക്ക് പടിയറ പിതാവ് ക്ഷണിക്കപ്പെട്ടു. അദ്ദേഹം ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് ചെന്നപ്പോൾ തന്നെ കാറ് നിറങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തോടെ അച്ഛൻ പറഞ്ഞു, പണ്ട് പിതാവ് വന്ന വീടാണിത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്. ആ വീട്ടിൽ ഇറങ്ങി ചെന്നപ്പോൾ തന്നെ സമ്മറായിരുന്നതുകൊണ്ട് ആ വീടിൻ്റെ മുറ്റത്ത് തന്നെ കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ട്. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഗ്രഹനാഥയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്, വീണ്ടും ഗർഭിണിയായിട്ട് ഇരിക്കുന്നു. അപ്പോൾ 4-5 കുട്ടികളുണ്ടായി. പിതാവിന് വലിയ സന്തോഷമായി. അപ്പോൾ അദ്ദേഹം കയറി ചെന്നു അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഗ്രഹനാഥനെ കാണുന്നില്ല. ഗ്രഹനാഥനെ കാണാതെ വന്നപ്പോൾ പിതാവ് ചോദിച്ചു, എന്തി ഗ്രഹനാഥനെ കാണുന്നില്ലല്ലോ, ഭർത്താവ് എവിടെ പോയി എന്ന് ഭാര്യയോട് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അദ്ദേഹം ലൂർദിന് പോയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പിതാവിൽ തന്നെ അത്ഭുതമായി പോയി. ഇത്രയും കുട്ടികളുണ്ട്, അടുത്ത കുട്ടി ജനിക്കാൻ പോകുന്നു, നീയും എന്തിനാണ് ലൂർദിൽ പോയി പ്രാർത്ഥിക്കാൻ പോകുന്നത്, കുഞ്ഞുങ്ങളെ ദൈവം സമൃദ്ധിയായിട്ട് നൽകിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ മറുപടി പിതാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അങ്ങ് കത്തിച്ച് തിരി കൊടുക്കാൻ പോയതാണ്. ഇത് ഒരു ഫലിതമാണ്, അനേകർക്കും ഒരു ഫലിതമായിട്ട് തോന്നി. ആ ഫലിതത്തിൻ്റെ അകത്ത് അദ്ദേഹം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ദൂതുണ്ട്. ആ ദൂത് നാം ശ്രദ്ധിക്കുക, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഊതിക്കെടുക്കുന്ന അനേകരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനാണ്. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്, അനുഗ്രഹമാണ്. ആ മക്കളുണ്ടാകുന്നത് എത്രമാത്രം അനുഗ്രഹമാണ് എന്ന് മക്കളില്ലാത്ത ദമ്പതികളോട് ചോദിക്കുമ്പോഴാണ് അറിയുന്നത്. എന്നാൽ മക്കളെ വേണ്ട എന്ന് വെക്കുന്ന അനേകം ദമ്പതിമാരുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. മക്കളിലൂടെയാണ് ഓരോ വിശ്വാസിയും അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ തലമുറകളിലേക്ക് തങ്ങളുടെ അസ്തിത്വം പകരുന്നത് എന്നുള്ളത് നാം ഓർത്തിട്ടുണ്ട്. ചാൾസ് ഗസ്റ്റൺ എന്ന് പറയുന്ന ഒരു വലിയ ഇംഗ്ലീഷ് സിനിമയിലെ നായകൻ, 10 കമാൻഡ്മെന്റ് എന്ന ബൈബിൾ സിനിമയിലെ മോസസായി അഭിനയിച്ചത് ചാൾസ് ഗസ്റ്റൺ. അദ്ദേഹം അവസാന കാലത്ത് മറവി രോഗത്തിന് വിധേയനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്ക്, മറവി രോഗം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം മറവി രോഗത്തിൻ്റെ അനന്തരഫലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾ എൻ്റെ സുപരിചിതരായിട്ടുള്ള ആളുകളെ ഞാൻ തിരിച്ചറിഞ്ഞതില്ല എന്ന് വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ മക്കളിൽ വളരെയധികം അഭിമാനിക്കും. ഐ ടച്ച് പോസ്റ്റൽ ത്രൂ മൈ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അനന്തതയിലേക്ക് ഞാൻ സ്പർശിക്കുന്നതും പോകുന്നതും എൻ്റെ മക്കളിലൂടെയാണ്, തലമുറയിലൂടെയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചാക്കിയിരിക്കുന്ന ആ വലിയ വിളിയുടെ ദൗത്യമാണ്
നമ്മുടെ അനന്തര തലമുറ എന്നുള്ളത് നാം ഓർക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറമാണ് ദൈവം നമുക്ക് നൽകുന്ന കുഞ്ഞുങ്ങൾ. മക്കളെ സ്നേഹിക്കാത്ത മാതാപിതാക്കളുള്ള ഒരു ലോകത്താണ് വൃദ്ധാവസ്ഥയിൽ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന മാതാപിതാക്കളുള്ള സന്ദർഭത്തിലാണ് നാം ജീവിക്കുന്നത്. മക്കളെ ആവശ്യമില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന, തങ്ങളുടെ ജീവിതത്തിന് മക്കൾ അസൗകര്യമാകും എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുള്ളതായ ഒരു ലോകത്താണ്. ഈ ലോകത്തിൻ്റെ ഈ ചിന്താഗതിക്ക് മറിച്ചുള്ള ചിന്ത ഉണ്ടാകുവാൻ റെസ്പോൺസിബിൾ പേരൻറ്റിങ്, ഉത്തരവാദിത്വമുള്ള പിതൃത്വം അല്ലെങ്കിൽ മാതൃത്വം എന്ന വലിയ മഹനീയതയിലേക്ക് വളരുവാൻ നമുക്ക് ശാസ്ത്രത്തിൻ്റെ ഈ വചനങ്ങൾ പ്രയോജനമുണ്ട്. മക്കൾ ദൈവം നൽകുന്ന ദാനമാണ് എന്നുള്ള തിരിച്ചറിവ് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഉത്തരവാദിത്വം നാം നിറവേറ്റേണ്ടത് മക്കളോടുള്ളതായ സ്നേഹത്തിൽ. പൈതൃകം എന്ന് പറയുന്നത് സമ്പത്തല്ല. പൈതൃകം എന്ന് പറയുന്നത് കുടുംബ വിനയത്വമാണ്. പൈതൃകം എന്ന് പറയുന്നത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന സ്നേഹത്തിലൂടെ അവർ ആസ്വദിക്കുന്ന ആ ജീവിതത്തിൻ്റെ വലിയ സാക്ഷ്യം. ഈ വലിയ സാക്ഷ്യത്തിൻ്റെ ഉടമകളാകുവാൻ ഓരോ ദമ്പതിമാർക്കും സാധിക്കുന്നു. ദമ്പതിമാരെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ വലിയ വിധിയിലേക്കുള്ളതാണ് എന്നുള്ളത് നാം ഓർക്കുന്നു. സ്നേഹത്തിലൂടെ ലഭിക്കുന്ന ആ ആസ്വാദ്യതയാണ് മക്കളുടെ ഭാഗ്യാവസ്ഥ. പലപ്പോഴും നല്ല മക്കൾ എന്നുള്ളത് മാതാപിതാക്കളുടെ ഭാഗ്യമാണെങ്കിൽ നല്ല മാതാപിതാക്കൾ എന്നുള്ളത് മക്കളുടെ സൗഭാഗ്യാവസ്ഥ. ഇതൊരു പരസ്പര പൂരകമായ ഒരു കാര്യമാണ്. നല്ല കുഞ്ഞുങ്ങളും നല്ല ഭാവിയും തേജസ്സും ഉള്ള ഐശ്വര്യമുള്ള കുടുംബമുണ്ടാകണമെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ നിറവ് പങ്കിടുവാനാണ് ഉത്തരവാദിത്വത്തോടെ കുടുംബ ജീവിതത്തെ ക്രമീകരിക്കുവാനാണ്. ഇന്ന് ഈ കുടുംബത്തിൻ്റെ എല്ലാ സൗഹാർദ്ദതയും സന്തോഷവും നശിപ്പിക്കുന്നത് വിവൃത്തമായ പല ജീവിത ശൈലികളുണ്ട്. പ്രധാനമായും മദ്യം. ഇന്ന് നമ്മുടെ കേരള സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് മദ്യമെന്ന വലിയ വിപത്താണ്. ഒരു കുടുംബത്തിലേക്ക് മദ്യം കടന്നു വരുമ്പോൾ ആ വലിയ യുഗത്തിനെ സംബന്ധിച്ച് പല ആളുകളും ബോധവാന്മാരാകുമാണ്. മദ്യം മനുഷ്യനെ അതിൻ്റെ എല്ലാ മഹത്വത്തിൽ നിന്നും ഇല്ലായ്മ. ഈ വലിയ വിപത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുവാനായിട്ട് ഈ ദിവസം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഒരു കുടുംബത്തിലും സ്നേഹത്തിൻ്റെതായ അല്ലാത്ത ഒരു ഭാവം ഉണ്ടാകുവാൻ പാടില്ല. സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നതായ ദാമ്പത്യവും സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ സന്തതികളും അതുപോലെ കുടുംബജീവിതവും ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ്, വിലയേറിയതാണ്, മഹത്തരമാണ് എന്ന് തിരിച്ചറിയുവാൻ ഈ ദിവസത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല പ്രഭാതവും നല്ല ദിവസവും ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിങ്ങളെ ബാധിക്കുകയില്ല എന്ന് ദൈവം ഉറപ്പാണ്. സൂര്യന്റെ ആകർഷണത്താൽ ചന്ദ്രന്റെ ആകർഷണത്തിലും ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഭൂമിക്ക് ആകർഷണം